Hi everyone, this is Shafi Muhammad. Welcome to this ഓൺലൈൻ ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാം. നമ്മൾ ഓൺലൈനിലൂടെ കൊടുക്കുന്ന ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഷാഫി ഇൻസ്പയർസിൻ്റെ കീഴിൽ നടത്തുന്ന ബിസിനസ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. പല ലെവലുകളിലായിട്ട് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ പഠിപ്പിക്കുന്ന അതേ കോഴ്സ് വർക്ക് ബുക്ക് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിലൊരു ഹോംവർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒരു നോട്ട് പാഡും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ട് തന്നെ ക്ലാസ്സുകൾ കേൾക്കാൻ ശ്രമിക്കുക. അതായത് വെറുതെ ചുമ്മാ കേട്ട് പോകരുത് എന്നർത്ഥം. മറ്റൊരു കാര്യമുള്ളത്, ഈ ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം എന്നില്ല എല്ലായ്പ്പോഴും ക്ലാസ്സുകൾ വരിക. ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ട്രെയിനിങ്ങിലോട്ട് നമുക്ക് കിടക്കാം. ട്രെയിനിങ്ങിലോട്ട് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട, അതായത് ട്രെയിനിങ്ങിലോട്ട് കിടക്കുകയാണ്. വളരെ ഫാസ്റ്റായിട്ട് കുറഞ്ഞ സമയത്ത് കൂടുതൽ കണ്ടന്റ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രെയിനിങ്ങിലോട്ട് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ യു സ്റ്റാർട്ട് യുവർ ബിസിനസ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ബിസിനസ് മാൻ ആയി മാറിയത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ റൺ ചെയ്യുന്നത്? അതിൻ്റെ കാരണം എന്താണ്? പല വ്യക്തികൾക്കും പല റീസൺസ് ആണുള്ളത്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള മോട്ടിവേഷൻ ഫാക്ടർ നമുക്ക് ഉണ്ടാകാൻ പാടില്ല, പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷൻ ഫാക്ടർ ഉണ്ടാവണം നമുക്ക്. കാരണം ഈ ഒരു എന്തുകൊണ്ടാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മളുടെ മോട്ടിവേഷനായിട്ട് നിലനിൽക്കുക, അതാണ് നമ്മളെ പൊരുതാൻ വേണ്ടി പ്രേരിപ്പിക്കുക, അതാണ് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, ഈ കോഴ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നിടത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സഹായിക്കുക ഈ ഒരു വൈ ആണ്, എന്തുകൊണ്ട് എന്നുള്ള കാര്യം. ഇതിന് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ എന്താണ്, നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ബിസിനസ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് പണം ഉണ്ടാക്കാനാണ്, സമ്പത്ത് ഉണ്ടാക്കാനാണ്. സ്വാഭാവികമായിട്ടും ചിലർ നോൺ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. എന്നാലും അവരുടെയും ഉദ്ദേശം സമ്പത്ത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് നല്ല സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് ആ സമ്പത്ത് ഉപയോഗിച്ചിട്ട് കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളത് ഒന്നുകിൽ നമുക്കാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കാവാം. അപ്പോൾ സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ടു അച്ചീവ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ചില ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി. എന്താണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി? അതായത് സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കാൻ വേണ്ടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. എന്താ സാമ്പത്തിക സുരക്ഷിതത്വം? അത് എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും മികച്ച രീതിയിൽ നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, സാധിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം. അങ്ങനെയുള്ള ഒരു സാമ്പത്തിക സുരക്ഷിതത്വത്തിലോട്ട് ഞാൻ എത്തുക എന്നുള്ളത് അതിന് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള മാർഗ്ഗം, എളുപ്പം എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു മാർഗം എന്നുള്ള രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, ജോലിക്ക് പോകുന്നതിന് പകരം. എന്നാൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം ചില ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പർപ്പസ്. കാരണം എപ്പോഴും പണം വളരെ പ്രധാനപ്പെട്ടതാണ് ബിസിനസ്സിലെ, പ്രോഫിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, എന്ത് ബാക്കി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് എത്രത്തോളമാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് കാറ്റഗറി വരുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് വെൽത്ത് ആണ്. അതായത് ഒരുപാട് സമ്പത്ത്, ഹ്യൂജ് സമ്പത്ത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വരുമാനം അവർക്ക് ആവശ്യമുണ്ട്. എന്തിനാ? പല കാര്യങ്ങൾക്കായിരിക്കാം. ചിലപ്പോൾ സമൂഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ചിലപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു ബ്രാൻഡായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. മികച്ച ബ്രാൻഡാക്കി അവർക്ക് മാറ്റിയെടുക്കണം എന്നുള്ളതായിരിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബിസിനസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് പണം ഉപയോഗിച്ച് വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നതിനെയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾക്കൊരു ലെഗസി, നിങ്ങൾ മരിച്ചുപോയി കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് അത് നിലനിർത്തണം, നിങ്ങളുടെ ഒരു ബ്രാൻഡ് ഇവിടെ നിലനിൽക്കണം, നിങ്ങളെക്കുറിച്ച് ആൾക്കാർ നല്ലത് പറയണം, ഇങ്ങനെയുള്ള ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കാം. അപ്പം ഒരു രീതി എന്ന് പറയുന്നത് ജസ്റ്റ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനും സംഭവങ്ങൾക്കും വേണ്ടിയിട്ട് ആ ബിസിനസ് റൺ ചെയ്തു പോകുന്നവരുണ്ട്. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഹ്യൂജ് ലെവലിൽ ബിസിനസ് ചെയ്യണം, വരുമാനം ഉണ്ടാക്കണം, വലിയ വളർച്ചയിലോട്ട് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന രണ്ടാമത്തെ വിഭാഗം. ഇതിൽ ഏതാണ് നിങ്ങൾ വരിക എന്നുള്ളത് ഫിക്സ് ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾ ഇത് രണ്ട് പേരുടെയും ഇതിനനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈലി റിച്ച് ആവണം എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമായിരിക്കാം. ഒരുപാട് കോടികളുടെ പണം അവരുടെ ബിസിനസ്സിൽ കടന്നു വരണം, അതേപോലെ തന്നെ അവർക്കും ഒരുപാട് കോടികൾ സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സൊസൈറ്റിയിൽ ഒരു ഹ്യൂജ് പ്രോബ്ലം ചിലപ്പോൾ സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. വലിയ സ്കെയിലിൽ ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിലൊന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ തന്നെ ബിസിനസ് നമ്മൾ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആവശ്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ ക്ലിയർ ആക്കുക. ഇനി വരുന്നത്, നിങ്ങൾ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ പുരോഗതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുരോഗതി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടി വരും, പ്ലാനുകൾ തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ ഈ പ്ലാനുകൾ തയ്യാറാക്കി മുന്നോട്ട് പോകുന്ന രീതി എങ്ങനെയാണ് എന്ന് നിശ്ചയിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ പറഞ്ഞത് പ്രകാരം ഇതിലേത് കാറ്റഗറിയിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഏത് കാറ്റഗറിയിലാണ് എങ്കിലും രണ്ട് രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഓർഗാനിക് ഗ്രോത്ത് ആണ്. ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മളൊരു ബിസിനസ്സിന് എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, ആ ബിസിനസ്സിൽ പണം ഇറക്കി, ആ ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പതിയെ അതിനെ വളർത്തിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ നിന്നുള്ള ലാഭം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സംഖ്യ കൂടെ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് ചെറിയ രീതിയിൽ അതിനെ എന്ത് ചെയ്യുന്നു, വളർത്തി കൊണ്ടുവരുന്നു. പതിയെ സമയമെടുത്ത് വളർത്തി കൊണ്ടുവരുന്നതിനാണ് പറയാം ഓർഗാനിക് ഗ്രോത്ത്. അത് ഒരു ജെനുവിൻ ഗ്രോത്ത് ആണ്. പതിയെ നിങ്ങൾ എന്ത് ചെയ്യുക, ബിസിനസ്സിന് പഠിക്കുന്നു, ശരിക്കും പഠിക്കുന്നു, അതിൽ പരാജയങ്ങൾ നേരിട്ട് പഠിച്ച് മനസ്സിലാക്കി വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പതിയെ ഗ്രോ ചെയ്ത് വരിക. പ്രത്യേകിച്ച് ആ ബിസിനസ്സിൽ തന്നെയുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് പതിയെ ഗ്രോ ചെയ്തു. അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു 2 വർഷം 3 വർഷം 4 വർഷമൊക്കെ ഒരു ബിസിനസ് തന്നെ തുടങ്ങി അത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആക്കിയതിനു ശേഷം മാത്രം പതിയെ അടുത്ത ഒരു 4ാമത്തെ വർഷമൊക്കെ ഒരു ബ്രാഞ്ച് തുടങ്ങി, അത് കഴിഞ്ഞതിന് ശേഷം 5ാമത്തെ വർഷം അല്ലെങ്കിൽ 6ാമത്തെ വർഷം അടുത്ത ബ്രാഞ്ച് തുടങ്ങി. അങ്ങനെ പതിയെ ഗ്രോ ചെയ്ത് വരുന്നതാണ് ഓർഗാനിക് ഗ്രോത്ത്. നിങ്ങൾക്ക് അതാണോ വേണ്ടത്, നിങ്ങൾ അതിനാണോ നോക്കുന്നത്, തീരുമാനിക്കുക. അടുത്ത ഗ്രോത്ത് ഇനോർഗാനിക് ഗ്രോത്ത് ആണ്. ഇനോർഗാനിക് ഗ്രോത്തുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെടുത്തെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ഗ്രോത്ത് ആണ്. ചിലപ്പോൾ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ കുറച്ച് കാലം ഇതേപോലെ 2-3 വർഷം ഇങ്ങനെ അവർ എസ്റ്റാബ്ലിഷ് ആവാൻ ടൈം എടുക്കും. ബട്ട് വൺസ് അവർ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ് അവർ എന്ത് ചെയ്യും, പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഹ്യൂജ് ഫണ്ട് പുറത്തുനിന്ന് കണ്ടെത്തിയിട്ട് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റോ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സോ ബാക്കിയുള്ള രീതിയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ലെവലോ വലിയൊരു ഹ്യൂജ് ഫണ്ട് പെട്ടെന്ന് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് ഫണ്ട് അതിലോട്ട് ഇറക്കിയിട്ട് അവരെന്ത് ചെയ്യും, ഒറ്റയടിക്ക് ഗ്രോ ചെയ്യാൻ തീരുമാനിക്കും. അപ്പോൾ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, തുടക്കത്തിലേ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അവരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനോട് അത് പിച്ച് ചെയ്തിട്ട് സംസാരിച്ചിട്ട് അതിലോട്ട് ഹ്യൂജ് ഫണ്ട് കോടിക്കണക്കിന് രൂപ അവരുടെ കയ്യിൽ അവർ ഇതിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് ഗ്രോ ചെയ്യും. അവരുടെ പ്രത്യേകത ചിലപ്പോൾ തുടക്കം മുതൽ വളരെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും ബിസിനസ്സിനെ കൊണ്ടുപോവുക. അവർ പെട്ടെന്ന് തന്നെ സിസ്റ്റമാറ്റിക് ആക്കും, ഒരുപാട് പൈസ അവർ ഇതിലോട്ട് ഇറക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഹ്യൂജ് ഗ്രോത്ത് ഉണ്ടായി. അവരെ സംബന്ധിച്ചിടത്തോളം സ്കെയിലബിലിറ്റിയാണ് പ്രധാനം, പ്രോഫിറ്റബിലിറ്റി അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം സ്കെയിലബിലിറ്റിയാണ്. ആദ്യത്തെ കാറ്റഗറിയുടെ പ്രത്യേകത എന്താണ്, പ്രോഫിറ്റബിലിറ്റിയാണ്. ഈ പ്രോഫിറ്റ് ഉണ്ടായിട്ട് വേണം അവർക്ക് ബിസിനസ്സിനെ ഗ്രോ ചെയ്ത് കൊണ്ടുവരാം. രണ്ടാമത്തെ കാറ്റഗറിയുടെ പ്രത്യേകത പ്രോഫിറ്റ് ഒരു പ്രശ്നമേ അല്ല, അവർക്ക് ഓൾറെഡി ഒരുപാട് ഫണ്ട് ഉണ്ട്. ഈ ഫണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ 10 വർഷം മുമ്പ് എന്ത് ചെയ്യും, ചിലപ്പോൾ പ്രോഫിറ്റ് ഇല്ലാതെ തന്നെ റൺ ചെയ്യാൻ തയ്യാറാവും. അങ്ങനെ റൺ ചെയ്യാൻ തയ്യാറായി അവരുടെ ബ്രാൻഡ് വാല്യൂ കൂട്ടുന്നതിലായിരിക്കും അവരെപ്പോഴും പ്രാധാന്യം കൽപ്പിക്കുക. നിങ്ങളുടെ ബിസിനസ് ഏത് രീതിയിലാണ് പോകുന്നത് എന്ന് തീരുമാനിക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ബിസിനസ്സിൽ എത്രത്തോളം പ്ലാനിങ് നടത്തണം, എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, എത്രത്തോളം നിങ്ങൾ റിസ്ക് എടുക്കണം, എത്രത്തോളം നിങ്ങൾ കാര്യങ്ങളിൽ പ്രൊഫഷണലിസം കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇനോർഗാനിക് ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതലേ അവർക്ക് പ്രൊഫഷണലിസം ഇംപ്ലിമെൻറ്റ് ചെയ്തേ പറ്റൂ. എന്നാൽ ഓർഗാനിക് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പതിയെ പ്രൊഫഷണലിസം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾ ഇനി നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങൾ ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുക, ഓഫീസിലുള്ള ബ്രാൻഡിങ് കാര്യങ്ങൾ ചേഞ്ചസ് വരുന്നതിൽ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മറ്റുള്ള ഓഫീസ് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യുന്നതിലും പുതിയ ഓഫീസിൽ നിങ്ങൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടിട്ട് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഗ്രോത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിൽ കാണണം. അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ തീരുമാനമെടുക്കുക. ഇത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നിലവിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് അപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇത് അപ്ലിക്കബിൾ ആണ്. എനിവേ കൂടുതൽ വിഷയങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുണ്ട്. അടുത്ത വരും ക്ലാസ്സുകളിൽ നമ്മൾക്ക് ബിസിനസ്സിൽ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യും. അതേപോലെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഷെയർ ചെയ്യും. അതേപോലെ തന്നെ ബ്രാൻഡിങ് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിന് നിലവിലുള്ള സ്റ്റേജസുകൾ ഷെയർ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. എനിവേ ഈ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പിൻവാങ്ങുന്നു. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് മാക്സിമം മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മാത്രം ഗുണം ലഭിച്ചാൽ പോരാ, ഒരുപാട് പേർക്ക് ഗുണം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ മികച്ച ബിസിനസ്സുകൾ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ വളരെ നല്ല രീതിയിലോട്ട് മുന്നോട്ട് നയിക്കുന്ന തരത്തിലോട്ട്
സംരംഭകരെ ഉയർന്നു വരട്ടെ, അതിന് സഹായിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാരോട് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷാഫി ഇൻസ്പയേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ട് എങ്കിൽ, ഈ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഷാഫി ഇൻസ്പയേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് 8086880775 എന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക. ഒന്നുകൂടെ പറയാം, 8086888775 ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം. ഷാഫി ഇൻസ്പയേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, യൂട്യൂബ് ചാനൽ ഉണ്ട്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ യു ലേറ്റർ. ബൈ. ടേക്ക് കെയർ. ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ.